ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ പ്ലസ് ടുവിലായിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ +1 പൊളിറ്റിക്കൽ സയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കേട്ടോ ഇത്. അതായത് നമുക്ക് +1 പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. സോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, വൺ വേർഡ്സ് ഒന്നും സ്പെഷ്യലൈസ് ചെയ്ത് പറയുന്നില്ല, ടോപ്പിക്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ആദ്യമേ തന്നെ എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു 5 മാർക്കിൻ്റെ ഒരു ഷോർട്ട് എസ്സേ ചോദ്യമാണ് ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു ഭരണഘടന ആവശ്യമാകുന്നത്, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉത്തരം തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ചുമതലകൾ എന്തെല്ലാമാണ്, അങ്ങനെ പല രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഭരണഘടന വേണം, ഓക്കെ, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ധർമ്മങ്ങൾ എന്ന് നമുക്ക് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 5 പോയിന്റ്സ് പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കോളൂ. ഒന്നാമത്, ഭരണഘടന ഏകോപനവും ഉറപ്പും അനുവദിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് കോർഡിനേഷൻ ആൻഡ് അഷുറൻസ് ഒന്നാമത്തെ പോയിന്റാണ്. അടുത്ത രണ്ടാമത്തെ സബ് ടോപ്പിക്, രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എവിടെ തീരുമാനമെടുക്കാനുള്ള അധികാരം വ്യക്തമാക്കൽ, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ്. ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊന്ന് നോക്കിപ്പോണം കേട്ടോ. ഇനി മൂന്നാമതായിട്ട് ഗവൺമെൻറ് അധികാരങ്ങൾക്ക് മേലുള്ള പരിമിതികൾ, ലിമിറ്റേഷൻസ് ഓൺ ദ പവേഴ്സ് ഓഫ് ഗവൺമെൻറ് വരുന്നുണ്ട്. നാലാമതായിട്ട് ഒരു സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും, ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി വരുന്നുണ്ട്. അഞ്ചാമതായിട്ട് ഏതാ വരുന്നത്, യെസ്, ഐഡൻറ്റിറ്റിയാണ് വരുന്നത്. അതായത് ഒരു ജനതയുടെ മൗലിക സ്വത്വം, ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റി ഓഫ് എ പീപ്പിൾ ആണ് അഞ്ചാമത്തെ ഫങ്ഷൻ. അപ്പോൾ ഈ 5 സബ് ടോപ്പിക്സും ഒരുമിച്ച് നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതം എഴുതുമ്പോഴാണ് ഈ ഒരു ചോദ്യത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് ഉത്തരമാകുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ചാൻസ് ഉള്ള ചോദ്യമാണ്. എല്ലാവരും ആ ഫങ്ഷൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഇനി നമുക്ക് അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ദ അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഒരു ഭരണഘടനയുടെ ആധികാരികത എന്തെല്ലാമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾ ഒരു 3 സബ് ടോപ്പിക്ക് വരുന്നുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഫുള്ളായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. നമുക്ക് ഷോർട്ട് എസ്സേ ലെവലിന് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ എസ്സേക്കും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് എസ്സേ ലെവലിൽ നമ്മളൊന്ന് നോക്കിയിട്ട് പോകണം. അവിടെ നമ്മൾ ആദ്യം ഈ പ്രഖ്യാപന രീതി അല്ലെങ്കിൽ മോഡ് ഓഫ് പ്രൊമുൾഗേഷൻ എന്താണെന്നുള്ളത് പഠിക്കണം. മീൻസ് ഈ ഒരു അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, അധികാരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അകത്ത് വരുന്ന സബ് ടോപ്പിക്കാണ്. ഇനി ഒരു ഭരണഘടനയിലെ മുഖ്യ വ്യവസ്ഥകൾ, ദറ്റ് ഈസ് ദ സബ്സ്റ്റാൻഷ്യൽ പ്രൊവിഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത്. പിന്നെ സന്തുലിത സ്ഥാപന രൂപരേഖ, ബാലൻസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ. ഇത്രയും കാര്യങ്ങൾ എന്താക്കണം, ആ ഒരു അതോറിറ്റി ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, പിന്നെ അടുത്ത് വരുന്ന ടോപ്പിക്കിനകത്തൊക്കെ നമുക്കിനി വൺ വേർഡ്സ് ഒക്കെയാണ് വരുന്നത്. ഞാൻ അത് ഈ വീഡിയോയിൽ പറയുന്നില്ല. ഞാൻ ഈ ഷോർട്ട് എസ്സേ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ പഠിക്കേണ്ടതാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണെന്നുള്ളത്, അതായത് ലക്ഷ്യ പ്രമേയം എന്താണെന്നുള്ളത്. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ഒരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ പോയിൻറ്റ്സ് എല്ലാം കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ലക്ഷ്യപ്രമേയം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. നെഹ്റുവാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തെല്ലാമാണെന്ന് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്, അതെല്ലാവരും പഠിച്ചിട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം വരുന്നത്, ഇതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ വൺ വേർഡ് സെക്ഷനിലും ഒക്കെ ആയിട്ട് ഒരു 4-5 മാർക്കിനെങ്കിലും വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ, അതായത് പ്രൊവിഷൻസ് അഡോപ്റ്റഡ് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ്. നമ്മൾ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിൽ കടമെടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ എടുത്തു, ഐറിഷിൽ നിന്ന്, ദാറ്റ് ഈസ് അയർലാൻഡിൽ നിന്ന് എന്തൊക്കെ എടുത്തു, ഫ്രാൻസിൻ്റെ ഭരണഘടനയിൽ നിന്ന് എന്തൊക്കെ എടുത്തു, പിന്നെന്താ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് എന്തെല്ലാമാണ് എടുത്തത്, അമേരിക്കയിൽ നിന്ന് എന്തൊക്കെ എടുത്തു എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഈ പോയിന്റ്സ് എല്ലാം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. ഇത് നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്, നമുക്ക് ആവശ്യമുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ പാഠത്തിൽ. നമ്മൾ ആദ്യം പറഞ്ഞു ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പിന്നെന്താ പറഞ്ഞത്, രണ്ടാമത് അതോറിറ്റി പറഞ്ഞു അല്ലേ, അധികാരത്തെ പറ്റിയിട്ട്. ആ ഒരു 3 സബ് ടോപ്പിക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടോപ്പിക്ക് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയത്തെ പറ്റിയിട്ടാണ്. നാലാമത് നമ്മൾ പറഞ്ഞ ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങളെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സുകൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ട് പോകണം. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ഓക്കെ,
ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണേ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ, റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പ്ലസ് വണ്ണിൽ എന്താണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എസ്സേ ടോപ്പിക് 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്, നമ്മുടെ മൗലിക അവകാശങ്ങളെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. കണ്ടോ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എസ് എ ടോപ്പിക്കാണ്, എല്ലാവരും നിർബന്ധമായും പഠിക്കുക. അഥവാ എന്താ പറയുക, എസ് എക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഷോർട്ട് എസ് ആയിട്ടെങ്കിലും ചോദിക്കാണ്ടിരിക്കില്ല. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എല്ലാവരും പഠിച്ചിട്ട് പോകണം, ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികളും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നുണ്ട്. ഒന്നാമത്തത് സമത്വ അവകാശം, എന്താ പറയുക, റൈറ്റ് ടു ഇക്വാളിറ്റി. അപ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റീനെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. പിന്നെതാ മൊത്തത്തിൽ എവിടെ കൊടുത്തിട്ടുണ്ട്, സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഇക്വാളിറ്റി എന്താണ്, കാര്യങ്ങൾ കുറേ നമുക്ക് എഴുതാനുണ്ട്, അതെല്ലാം എഴുതുക. ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ട് മാത്രമല്ല എഴുതേണ്ടത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം എന്താണെന്ന് എഴുതണം. പിന്നെ എന്താ എഴുതേണ്ടത്, മൂന്നാമത്തേതാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. നാലാമത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എഴുതണം. പിന്നെ 6 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഈ 6 അവകാശങ്ങളെ പറ്റിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പല സബ്ബായിട്ട് കുറച്ച് അവകാശങ്ങളെ പറ്റി, റൈറ്റ്സിനെ പറ്റി മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം കൂടി നമ്മൾ എന്താ പറയുക, ചുരുക്കി എഴുതുമ്പോഴാണ് നമുക്ക് 8 മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. ഒരുപാട് നമുക്ക് അവിടെ വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഏതുവരെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിട്ടുകളെ പറ്റി പഠിക്കുന്നില്ലേ ഒരു സെക്ഷൻ, ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ എന്നൊക്കെ പറഞ്ഞ് റിട്ടുകൾ പഠിക്കുന്നുണ്ടല്ലോ. ആ റിട്ടുകൾ വരെയുള്ള കാര്യം നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് ഫുൾ മാർക്ക് 8 മാർക്ക് അവിടെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റിട്ടുകൾ വരെയുള്ള കാര്യം ഇതാ കണ്ടോ, ഹാബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറൻറ്റ്, സെർഷ്യററി, ഇതുവരെയുള്ള കാര്യങ്ങൾ എഴുതിയാലാണ് നമുക്കവിടെ 8 മാർക്ക് കിട്ടുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം, 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ് നോക്കുക. ഇനി അടുത്ത് വരുന്നത് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സും, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്താണ് കേട്ടോ. ഞാനൊന്ന് എടുത്തോട്ടെ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സും ഇതാണ് റിലേഷൻസ് ബിറ്റ്വീൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് നമുക്ക് എഴുതാൻ, കമ്പാരിസൺ എഴുതാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട്. 4 or 5 മാർക്കിനൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നും എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതായത് മലയാളത്തിൽ നമുക്ക് പറയാം മൗലിക അവകാശങ്ങൾ എന്താണെന്നും നിർദ്ദേശക തത്വങ്ങൾ എന്താണെന്നുള്ളത് വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് പല ടെക്സ്റ്റുകളും ടേബിളിൻ്റെ ഫോർമാറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഈസിയാണ് ആ ടോപ്പിക്ക്, അത് നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സുകൾ എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എസ്സേ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം എവിടെയെങ്കിലും നമുക്കത് എഴുതേണ്ടി വരും, അത് ഉറപ്പാണ്. അപ്പം +1 പൊളിറ്റിക്കൽ സയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന എല്ലാവരും ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എസ്സേ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടനയിലെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, ആ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യരുത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ടോപ്പിക്ക് പറഞ്ഞില്ലേ, മറ്റുള്ള ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള പല ആശയങ്ങളെ പറ്റിയിട്ട്, ആ ടോപ്പിക്കും ഒരു തരത്തിലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ ആദ്യം നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. പിന്നെ 1 വേർഡ്സ് ഒക്കെ സ്പെഷ്യലൈസ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക കേട്ടോ. കാരണം ഇതിനകത്ത് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നും, പ്രത്യേകിച്ച് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നൊക്കെ ഒരുപാട് 1 വേർഡ്സും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നൊക്കെ കുറേ 1 വേർഡ്സ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റാണ് വേണം എന്നുണ്ടെങ്കിലും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വേറെ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിലും അറിയിക്കുക. ഓക്കെ, സോ താങ്ക് യു.